നമുക്കറിയാം ഈ സെപ്റ്റംബർ 29 ലോക ഹൃദയദിനമായി ആചരിക്കുകയാണ്. ഹൃദയാരോഗ്യത്തെക്കുറിച്ചും ഹൃദ്രോഗത്തെക്കുറിച്ചുമുള്ള കൂടുതൽ ബോധവൽക്കരണം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ മരണപ്പെടുന്നത് ഹൃദ്രോഗം മൂലമാണ്. ഏകദേശം കണക്കിൽ പ്രകാരം ഏകദേശം ഒരു 1.5 കോടിയോളം ജനങ്ങളാണ് ഒരു വർഷം ലോകമെമ്പാടും ഹൃദ്രോഗം മൂലം മരണപ്പെടുന്നത്. ഇതിൽ ഒരു 60 മുതൽ 80% രോഗങ്ങളും നമുക്ക് തടയാൻ കഴിയുന്ന രോഗങ്ങളാണ്. ഹൃദ്രോഗം ഉണ്ടാക്കുന്ന കാരണങ്ങൾ 2 രീതിയിലാണുള്ളത്. ഒന്ന് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, 2 നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയാത്ത ഘടകങ്ങളാണ്. ഉദാഹരണത്തിന് പ്രായം, പുരുഷലിംഗം, ചില ജനിതക രോഗങ്ങൾ, ഇതെല്ലാം നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതിലൊന്നും നമുക്ക് ഒരു മാറ്റവും വരുത്താൻ കഴിയുന്നതല്ല. എന്നാൽ ഹൃദ്രോഗം ഉണ്ടാക്കുന്ന ഭൂരിഭാഗം റിസ്ക് ഫാക്ടേഴ്സും മോഡിഫയബിൾ അഥവാ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നവയാണ്. ഉദാഹരണത്തിന് പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഭക്ഷണക്രമം, വ്യായാമം, പുകവലി ഉപേക്ഷിക്കൽ, ഇതെല്ലാം നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്ന റിസ്ക് ഫാക്ടേഴ്സ് അഥവാ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഈ റിസ്ക് ഫാക്ടേഴ്സിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഏകദേശം ഒരു 60 മുതൽ 80% വരെ ഹൃദ്രോഗങ്ങൾ നമുക്ക് തടയാൻ കഴിയും. ഈ ഹൃദയ ദിനത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയം സംരക്ഷിക്കാനുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നത് വഴി നമുക്ക് ഹൃദ്രോഗത്തിന്റെ റിസ്ക് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മുടെ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് അത് ഹൃദയത്തിന്റെ പ്രശ്നമാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തുകയും ഹൃദയത്തിന്റെ ലക്ഷണമാണെങ്കിൽ അതിനുള്ള ചികിത്സ തേടുകയും വേണം. രണ്ടാമതായിട്ട് നമ്മുടെ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്താനുള്ള ഉറച്ച തീരുമാനം, അത് ഭക്ഷണ രീതിയിലും വ്യായാമത്തിലും സ്ട്രെസ് മാനേജ്മെന്റിലും, ഇതിൽ 3 കാര്യങ്ങളിലും നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വരുത്തി നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമുക്കൊരു 60 മുതൽ 80% ഹൃദ്രോഗങ്ങൾ തടയാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഈ ഹൃദയദിനത്തിൽ അവരുടെ ഹൃദയം സംരക്ഷിക്കുന്നതിനുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കുമെന്ന് ആശംസിക്കുന്നു.